ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവീൻ എന്ന തിരുവേദ വാക്യത്തെ ധ്യാനിച്ചുകൊണ്ട് ഒരു നല്ല പുലർക്കാലം കൂടി നമുക്ക് ദാനം തന്ന വലിയവനായ പിതാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുലർകാലത്തിൽ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ഭൂമിയുടെ സമൃദ്ധി ദൈവസ്നേഹത്തിന്റെ തെളിവ് എന്നതാണ്. ഈ ചിന്താവിഷയത്തിന് ആധാരമായി ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 9 അധ്യായം 10-11 വാക്യങ്ങൾ. വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സമ്പന്മാർ ആകും. ഒരു 2 വരി ഗാനം എൻ്റെ മനസ്സിൽ ഓടി വരുന്നു. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാൽ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ, നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. അതെ, നമ്മൾ ആരും നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. ദൈവത്തിന്റെ കരുതലിലാണ് നാം ഓരോ നിമിഷവും കഴിയുന്നത്. അവിടുത്തെ ശക്തിയാണ് നമ്മെ വഴി നടത്തുന്നത്. നമുക്ക് ഭക്ഷണത്തിന് വഴിയൊരുക്കുന്നു, രാത്രികാലത്ത് നമുക്ക് സമാധാനമായ ഉറക്കം തരുന്നു, ഉന്മേഷവും ശാന്തിയും ഊർജവും നൽകുന്നു. നമ്മുടെ 6 ദിവസത്തെ വേലയ്ക്ക് ശേഷം 7-ാം ദിവസം ഭൗമിക പ്രവൃത്തികളിൽ നിന്നും വേർപെട്ട് ദൈവത്തെ ആരാധിപ്പാനായി ആഴ്ചതോറും ശബത് കൊണ്ടുവരുന്നു. നാം ഓരോ ദിവസവും അനുഭവിക്കുന്ന ദൈവകൃപകളാണ് ഇവയെല്ലാം. അപ്രകാരം നാം ദൈവകൃപയിലായിരിക്കുമ്പോൾ നമ്മുടെ പാതയിൽ പ്രകാശവും നമ്മുടെ കാലുകൾക്ക് ദീപവുമായിരിക്കാൻ തിരുവചന സത്യങ്ങളെയും നമുക്ക് നൽകിയിട്ടുണ്ട്. സങ്കീർത്തനം 119 105 ദൈവം നമുക്ക് തന്നിരിക്കുന്നൊരു തിരുവചനമുണ്ട്. നമ്മുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുവാൻ തന്റെ വചനം നൽകിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ദൈവം നമുക്ക് എപ്പോഴാണ് ദൈവകൃപ നൽകുന്നത്? നാം നമ്മുടെ ഹൃദയങ്ങളെ അനുതാപത്തോടും വിശ്വാസത്തോടും കൂടെ തിരുസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് കൃപയുടെ അനുഗ്രഹങ്ങളെ അനുവദിക്കുന്നു. മറ്റെന്തിനേക്കാളും ഉപരിയാണ് ദൈവപുത്രന്റെ ദൈവിക ദാനം എന്ന വസ്തുത നാം വിസ്മരിക്കരുത്. അതായത് കർത്താവ് തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി, ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവം അവനെ യാഗമായി നമുക്ക് വേണ്ടി അർപ്പിച്ചു. ആ ഒരു ദാനം എന്നത് കർത്താവായ ദൈവത്തിന്റെ മറ്റെന്തിനേക്കാളും ഉപരിയായ ദൈവിക സ്നേഹമാണ്. ദൈവപുത്രനായ യേശുവിലൂടെയാണ് ദൈവം നമുക്ക് വേണ്ടതായ അനുഗ്രഹങ്ങളെല്ലാം നൽകുന്നത്. ദൈവിക കൃപ നമ്മളിൽ നിറയുമ്പോൾ നിശ്ചയമായും നന്മയും കരുണയും ഓരോ ചുവടിലും നമ്മെ പിന്തുടരുന്നു. ദൈവിക അനുഗ്രഹങ്ങളെ നാം പ്രാപിക്കുന്നതിന്റെ നന്ദി സൂചകമായി നാം ദൈവത്തിനായി വഴിപാടുകൾ നൽകുകയും വേണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളും കൃപകളും. ദൈവം ആകാശത്തു നിന്ന് മഴയും ഫലദായകമായ കാലങ്ങളും തന്ന് അവിടുത്തെ സമൃദ്ധി കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ആനന്ദിപ്പിക്കുമ്പോൾ ദൈവത്തോടുള്ള ബഹുമാനാർത്ഥം നാം ദശാംശത്തോടൊപ്പം സ്തോത്ര വഴിപാടും കൂടി വിശ്വസ്തയോടെ ദൈവത്തിനായി നൽകണം. നമ്മുടെ എല്ലാ വിളവിന്റെയും ആദ്യ ഫലവും സന്തുഷ്ട ഹൃദയത്തോടെ സൃഷ്ടാവിന്റെ അടുക്കൽ കൊണ്ടുവരണം. അത് നമ്മുടെ ഏറ്റവും മികച്ചതും നമ്മുടെ അത്യുത്തമവും അതിവിശുദ്ധവുമായ ഒരു ശുശ്രൂഷയായി നാം അതിനെ കണക്കാക്കണം. ദൈവം നമുക്ക് തരുന്ന സമൃദ്ധിക്കനുസരിച്ച് ദൈവത്തിനായി നൽകുവാനും ദൈവകൃപകൾ ധാരാളം പ്രാപിപ്പാനും ഈ പ്രഭാത ചിന്ത നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കരുണയോടെ അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ സ്തോത്രം. ഈ സുപ്രഭാതത്തിൽ കർത്താവേ, അടിയങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് തലകളെ വണങ്ങുന്ന അപ്പച്ചാ സ്തോത്രം. അടിയങ്ങളെ കരുണയോടെ പരിപാലിക്കുന്നവൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗ നന്മകളെ നിറച്ച് കർത്താവെ അടിയങ്ങളെ വഴി നടത്തുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ചാടിയങ്ങൾ അങ്ങയുടെ വചനം ധ്യാനിച്ചതുപോലെ കർത്താവെ സ്തോത്രം. അങ്ങ് ഞങ്ങളെ നിർത്തിയതാണ് കർത്താവെ, ഞങ്ങൾ ആരും നിന്നതല്ല കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് അടിയങ്ങളെ നിർത്തിയവൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ചാ. ഇന്നേ ദിവസം കർത്താവെ സ്തോത്രം രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ സ്തോത്രം. അവിടുന്ന് അവരെ സന്ദർശിച്ച് അവിടുത്തെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ സ്തോത്രം. പരീക്ഷകൾക്കായി പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. ബുദ്ധിയെ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗ നല്ല പിതാവേ, അവരെ അതിലേക്ക് നയിച്ചതായ അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ സ്തോത്രം.
സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു നാഥ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതശൈലി രോഗത്തിൽ കർത്താവെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരിക പ്രയാസം അനുഭവിക്കുന്നവർക്കും മാനസിക പ്രയാസം അനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പച്ച. മനോഭാരങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി താഴ്ത്തി സമർപ്പിക്കുന്ന അപ്പച്ച. സ്തോത്രം. അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് വേഗം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.